കലോത്സവ വേദികളിൽ കാണികളെ ത്രസിപ്പിക്കുന്ന ഒരു മനോഹരമായ മത്സരമാണ് കോൽക്കളി. ആ കോൽക്കളിയിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി നമ്മോടൊപ്പം നിൽക്കുന്ന കൊച്ചുമിടുക്കന്മാരോട് നമുക്ക് ചോദിക്കാം, മത്സരങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഏത് സ്റ്റേജിലായിരുന്നു മത്സരം? വേദി 7. വേദി 7. പേരെങ്ങനെയാ? ആദിൽ നൗഫൽ. ആദിൽ നൗഫൽ. എത്ര നാളായി മത്സരത്തിന് പ്രാക്ടീസ് ഒക്കെ തുടങ്ങിയിട്ട്? അത് ഓണത്തിന്റെ അവധി തൊട്ട് പ്രാക്ടീസ് ആണ്. നമ്മുടെ ആശാൻ എന്ത് ചെയ്യേ? ആ കോൽക്കളി കളിപ്പിച്ച് ആശാനം കൂടെ ഒന്ന് കയറുമോ? ആശാന്റെ പേരെങ്ങനെയാ? അൽത്താഫ് എത്രയാണ് പഠിക്കുന്നത്? +1 പഠിക്കുന്ന ഒരാശാനാണ് കേട്ടോ ഇവരെ കോൽക്കളിയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ഇന്ന് തൃശ്ശൂർ പേരൂരിലേക്ക് സംസ്ഥാന കലോത്സവത്തിലേക്ക് പങ്കെടുപ്പിക്കാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അൽത്താഫിന് എങ്ങനെയാ കോൽക്കളിയോടുള്ളൊരു ആവേശമൊക്കെ തുടങ്ങിയത്? എന്നെ പഠിപ്പിച്ച ആശാനുണ്ട്, ആ ആശാനും ഞാനിവിടെയാണ് ഇവന്മാരെ പഠിപ്പിച്ച് ഇപ്പൊ ഇവിടെ എത്തിപ്പിച്ചത്. സബ് ജില്ലയിൽ സ്റ്റേജിന്റെ പരിമിതി കാരണം അപ്പീൽ വെച്ചായിരുന്നു വന്നത്. അപ്പോൾ അപ്പീൽ കിട്ടുമോ എന്നുള്ള ടെൻഷനൊക്കെ കഴിഞ്ഞ് അപ്പീൽ കിട്ടിക്കഴിഞ്ഞ് കളി റെഡിയാക്കി കയറി വന്നു. അങ്ങനെ ഇത് 1 പോയിന്റ് കൂടുതൽ എടുത്ത് ഫസ്റ്റ് കിട്ടി. അപ്പോൾ അപ്പീലിലൂടെ കയറി വന്നതാണ്. അപ്പോൾ അത്രത്തോളം ആവേശവും കോൽക്കളിയുടെ യഥാർത്ഥ സ്പിരിറ്റും ഈ പറയുന്ന 12 പേരിൽ ഉള്ളിലുണ്ട് അല്ലേ? ഇനി തൃശ്ശൂർ പോയി അടിച്ചു നടക്കുമല്ലേ അല്ലേ? ഒരു ചെറിയ ഡെമോ നമുക്ക് എടുത്താലോ? ഇതിന് മുമ്പിൽ സ്ഥലമുണ്ടോ? കളിക്കാം. അപ്പോൾ ഹൈസ്കൂൾ വിഭാഗത്തിൽ ആവേശകരമായ കോൽക്കളി മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ അൽത്താഫിനും പ്രിയപ്പെട്ട ടീം അംഗങ്ങൾക്കും ജീവണ്ടി സ്പോൺസർ ചെയ്യുന്ന ഒരു പാക്കറ്റ് തേയില നമ്മൾ കൈമാറുകയാണ്. അപ്പോൾ പ്രാക്ടീസിൻ്റെ ഇനി സ്റ്റേറ്റ് മത്സരങ്ങളിൽ പോകുന്നതിന് മുന്നോടിയായിട്ട് ചായക്കിട്ട് എല്ലാവരും കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ സന്തോഷം.